പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 23-ാം വചനം. അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എൻ്റെ മുൻപിൽ ആരാധനയ്ക്കായി വരും. സ്വർഗത്തിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യ മക്കളോടുകൂടെ എന്നും വസിക്കുവാൻ വിശുദ്ധ കുർബാനയായി നമ്മോട് കൂടെ ആയിരിക്കുന്ന ഈശോയുടെ തിരു സാന്നിധ്യത്തിന് മുൻപിൽ സ്നേഹത്തോടെ നമുക്കായിരിക്കാം. നമ്മുടെ ഇരു കരങ്ങളും കൂപ്പി ഹൃദയം ഈ അൾത്താരയോട് ചേർത്ത് വെച്ച് സ്നേഹത്തോടെ നമുക്ക് ഈശോയോട് പറയാം, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടിയുണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. 40 രാവും 40 പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറേബിൽ എത്തി. ഏലിയ പ്രവാചകനെ ഉണർത്തി ശക്തിപ്പെടുത്തിയ ജീവന്റെ അപ്പം. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ നല്ല തമ്പുരാൻ. അപ്പം വർദ്ധിപ്പിച്ച് അനേകരുടെ വിശപ്പടക്കിയ ദിവ്യകാരുണ്യം. ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാൻ, നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിക്കാൻ, ജീവിതത്തിൻ്റെ നൊമ്പരപ്പാടുകളിലും സൗഖ്യമേകാൻ നമ്മോടുകൂടെ ആയിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മോട് കൂടെ ആയിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തെ, പ്രാർത്ഥനാ നിയോഗങ്ങളെ, ആഗ്രഹാഭിലാഷങ്ങളെ, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ, കഷ്ടപ്പാടുകളെ, കണ്ണുനീർ അനുഭവങ്ങളെ എല്ലാം സമർപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നമുക്ക് സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്ന പരിശുദ്ധ ത്രിയേക ദൈവത്തെ ഒരു മനമോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ആരാധിക്കുന്നു.
ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി. ആടിയനിതാ ആടിയനിതാ നാദാ, ആടിയനിതാ നാദാ, ആടിയനിതാ നാദാ, ആടിയനിതാ. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ ഈശോയുടെ ആശ്വസിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, സൗഖ്യമേകുന്ന, ജീവനേകുന്ന വചനം ശ്രവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. ഇന്നത്തെ ദിനം വചന സന്ദേശം നമുക്കായി നൽകുന്നത് ബഹുമാനപ്പെട്ട ആന്റണി മുതുകുന്നേൽ അച്ഛനാണ്. അച്ഛനിലൂടെ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം സ്നേഹത്തോടെ നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മദർ തെരേസ നൊബേൽ സമ്മാനം നേടി നിരവധിയായ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി ലോകപ്രശസ്തിയായ കാലഘട്ടത്തിൽ ചൈനീസ് ഗവൺമെന്റ് മദർ തെരേസയെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചൈനയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ചൈനയിൽ നിന്ന് ലഭിച്ച ക്ഷണം സ്വീകരിച്ച മദർ തെരേസ 2 കാര്യങ്ങളാണ് ഗവൺമെന്റ് മുമ്പിൽ വെച്ചത്. അതിലൊന്ന്, തങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമായി തങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും ശക്തി ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണെന്നും അതിനാൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകണമെന്നും ഉള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് മദർ പറഞ്ഞത്, വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഒരു പുരോഹിതനെ കൂടെ കൊണ്ടുവരാൻ അനുവദിക്കണം. ഈ 2 കാര്യങ്ങളും ചൈനീസ് ഗവൺമെൻറ് അംഗീകരിച്ചോ എന്ന് നമുക്കറിയില്ല. ഏതാണെങ്കിലും മദർ തെരേസയും അവരുടെ കോൺഗ്രിഗേഷനും ചൈനയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പോയതായി നമ്മൾ കാണുന്നില്ല. മിക്കവാറും മദർ തെരേസ മുന്നോട്ട് വെച്ച ഈ വ്യവസ്ഥകൾ അവർ അംഗീകരിച്ചിട്ടുണ്ടാകണം എന്നില്ല. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു, ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവുമാണ്. അതുകൊണ്ടാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ ആരാധനക്രമം എന്ന ഡിക്രിയിൽ ഇപ്രകാരം പറയുന്നത്, ആരാധനക്രമത്തിൽ നിന്ന് വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു ഉറവയിൽ നിന്നെന്ന പോലെ ദൈവത്തിൻ്റെ കൃപാവരം നമ്മിലേക്ക് പ്രവഹിക്കുന്നു. അതുവഴി ദൈവമഹത്വീകരണവും വിശുദ്ധായിലൂടെ മനുഷ്യ വിശുദ്ധീകരണവും സാധ്യമാകുന്നു എന്ന് പ്രമാണരേഖ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസവും ആത്മീയ ജീവിതത്തിൽ വളരാനുള്ള ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന ചാനലുകളാണ് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ഭക്തിയും എന്ന് നമുക്കറിയാം. വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ് എന്നാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ ആദിമസഭയിലെ ബലി അർപ്പിച്ചിരുന്ന ആദിമസഭയിലെ അംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന വേദികളിലെല്ലാം അവർ പരസ്പരം അനുരഞ്ജനപ്പെട്ട് കൂട്ടായ്മയിലാണ് ബലിയർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരുന്നത്. നമ്മുടെ കുർബാനക്രമത്തിൻ്റെ തുടക്കം തന്നെ അന്നാ പെസഹ തിരുനാളിൽ എന്നുള്ള കീർത്തനത്തോടു കൂടിയാണ്. ഈശോ മിശിഹ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ പെസഹ ദിവസമാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്നും വിശുദ്ധ കുർബാനയിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഓർമ്മ, കർത്താവിൻ്റെ അനുസ്മരണത്തിൻ്റെ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അനുസ്മരണം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുസ്മരിക്കുവിൻ എന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയുടെ പശ്ചാത്തലത്തിലുമാണ് എന്ന് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2ാമത്തെ ഭാഗം നമുക്കറിയാം, അനുരഞ്ജിതരായി തീർന്നിടാം എന്നുള്ള കീർത്തനമാണ്. അതിൻ്റെ അർത്ഥം മുഴുവൻ അനുരഞ്ജനപ്പെട്ട ഒരു സമൂഹമാണ് ബലി അർപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 23-24 തിരുവചനങ്ങളിലായി നമ്മൾ വായിക്കുന്നുണ്ട്. നീ ബലി അർപ്പിക്കുവാൻ വേണ്ടി കാഴ്ചവസ്തുക്കളുമായി വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് തോന്നുന്ന പക്ഷം കാഴ്ചവസ്തുക്കൾ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി അവനുമായി രമ്യപ്പെട്ടു വന്ന് ബലി അർപ്പിക്കുക. അനുരഞ്ജനം എന്ന് പറയുന്നത് ബലിയർപ്പണത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് ആരാധനക്രമത്തിൽ, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന സമൂഹം അനുരഞ്ജിത സമൂഹമായിരിക്കണം. അനുരഞ്ജനപ്പെടാതെയുള്ള ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമാവുകയില്ല.
ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ചൊരിയുന്ന ഉറവിടമായി മാറുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യമായി ദൈവത്തിന് ബലി അർപ്പിച്ച കായേൻ്റെയും ആബേലിൻ്റെയും ബലിയർപ്പണത്തെക്കുറിച്ച് നമുക്കറിയാം. കായേൻ്റെ ബലി ദൈവം സ്വീകരിക്കാതിരുന്നതിൻ്റെ കാരണം തൻ്റെ സഹോദരനായ ആബേലിനോടുള്ള വെറുപ്പും വിദ്വേഷവും പകയും അസൂയയും ഒക്കെ കായേൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കായേൻ്റെ ബലി ദൈവം സ്വീകരിക്കാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അനുരഞ്ജിതരായ ഒരു സമൂഹമാണ് കർത്താവിന് ബലി അർപ്പിക്കുന്നതെങ്കിൽ ആ ബലി ദൈവത്തിന് സ്വീകാര്യമാകും. അതിലൂടെ ധാരാളം അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകി വരികയും ചെയ്യും. രണ്ടാമത്തെ എൻ്റെ ചിന്ത, വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ഈശോ മിശിഹാ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ ഒടുവിലത്തെ അത്താഴത്തിന് മുമ്പായി ശിഷ്യന്മാരോട് പറയുന്ന വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, താൻ സ്നേഹിച്ചവരെ അവൻ അവസാനം വരെ സ്നേഹിച്ചു. തൻ്റെ സ്നേഹിതരെ അവസാനം വരെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ പ്രകടനപരമായ യേശുവിൻ്റെ ഇടപെടലാണ് വിശുദ്ധ കുർബാനയുടെ തുടക്കം എന്ന് നമുക്കറിയാം. ദിവികാരുണ്യം സ്ഥാപിച്ച വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അവസാന കാലഘട്ടം വരെ ദൈവജനത്തോട് ഒന്നിച്ചായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് തന്നെ വിഭജിച്ച് നൽകി സ്നേഹത്തിൻ്റെ പൂർണ്ണത അവിടെ പ്രകടമാക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഈ പൂർണ്ണത പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒടുവിലത്തെ അത്താഴത്തിന് മുമ്പായി ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. അങ്ങനെ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ്റെ അടയാളമായി ദിവ്യകാരുണ്യം സ്ഥാപിക്കുകയാണ്, വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. നമുക്കറിയാം, ശിഷ്യന്മാരിടയിൽ ഈ സ്നേഹത്തിൻ്റെ കുറവുകളുണ്ടായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ ചിന്തയുടെ ഫലമായിട്ടാണ് സൗദീപുത്രന്മാരുടെ അമ്മ തന്നെ വന്ന് തൻ്റെ ഒരു മകൻ വലതുവശത്തും മറ്റൊരുവനെ ഇടതുവശത്തും ഇരുത്തണമെന്ന് കർത്താവിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണിമാർ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷകനായിരിക്കണം. ഈ ശുശ്രൂഷയുടെ പാഠം ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ, സ്നേഹത്തിൻ്റെയും എളിമയുടെയും വിനയത്തിൻ്റെയും പാഠം ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് അവരുടെ പാദങ്ങൾ കഴുകി ഒടുവിലത്തെ അത്താഴ സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈ സ്നേഹത്തിൻ്റെയും അടയാളമായി വിശുദ്ധ കുർബാന നമ്മൾ കാണുമ്പോഴാണ് പരസ്പരം നമ്മൾ ബഹുമാനിക്കേണ്ടതിൻ്റെയും സ്നേഹിക്കേണ്ടതിൻ്റെയും എളിമയോടും വിനയത്തോടും ആദരവോടും കൂടി പരസ്പരം അംഗീകരിക്കേണ്ടതിൻ്റെയും ഒക്കെ ചൈതന്യം ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ് എന്നും പരസ്പരം അംഗീകരിച്ചും എളിമപ്പെട്ടും ആദരവോടെയും ബഹുമാനത്തോടെയും ശുശ്രൂഷയുടെ മനോഭാവത്തോടുകൂടിയും നമ്മൾ ജീവിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ചിന്ത, രണ്ടാമത്തെ കൗൺസിൽ പറയുന്നത് വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ അടയാളമാണ് എന്നാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആദിമസഭയിൽ പറയുന്നത് അവരെല്ലാവരും ഏകമനസ്സോടെ ഭവനങ്ങൾ തോറും ഒന്നിച്ചു ചേരുകയും അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിലും കൂട്ടായ്മയിലുമൊക്കെ സജീവമായി പങ്കുചേർന്നു എന്നാണ്. അപ്പോൾ ഐക്യത്തിൻ്റെ അടയാളമായിട്ടാണ് വിശുദ്ധ കുർബാനയെ എന്നും സഭ കണ്ടിരുന്നത്. ഐക്യമില്ലാതെ ഭിന്നിപ്പിൻ്റെ സ്വരം എപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ടോ അപ്പോഴെല്ലാം വിശുദ്ധ കുർബാന അർത്ഥശൂന്യമായി മാറുകയാണ്. ആദിമസഭയിൽ തന്നെ കോറിന്തോസിലെ സഭയിൽ ഇത് വളരെ ശക്തമായ ഒരു ഭിന്നിപ്പിൻ്റെ അവസരമായിരുന്നു എന്ന് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. കൊറിന്തോസിലെ സഭയിൽ പ്രത്യേകിച്ചും പലതരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. കോറിന്തോസ് എന്ന് പറയുന്ന വലിയ നഗരത്തിൽ വിവിധ തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് നമ്മൾ കാണുന്നത്. അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു, ഗ്രീക്കുകാരുണ്ടായിരുന്നു, റോമക്കാരുണ്ടായിരുന്നു, സ്വതന്ത്രരുണ്ടായിരുന്നു, അടിമകളുണ്ടായിരുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുടെ ഒരു സംഗമഭൂമിയായിരുന്നു കോറിന്തോസ് നഗരം. ഇവരിൽ നിന്നാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് കോറിന്തോസിലെ സഭ രൂപമെടുക്കുന്നത്. അങ്ങനെ വന്ന ആളുകൾ കർത്താവിൻ്റെ അത്താഴത്തിന് വേണ്ടി ഒന്നിച്ചു ചേർന്നപ്പോൾ അവരുടെ ഇടയിൽ ഭിന്നത രൂപപ്പെട്ടു. ധനവാന്മാരും ദരിദ്രരും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. ജ്ഞാനികളെന്നും ആത്മീയരെന്നുമുള്ള തരംതിരിവ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ സ്വരം കോറിന്തോസിലെ സഭയിൽ ഉണ്ടായപ്പോൾ പൗലോസ്ലീഹ അവർക്ക് ആത്മീയ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കുന്നതാണല്ലോ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ മുഴുവൻ നമ്മൾ കാണുക. പ്രത്യേകിച്ചും ധനവാന്മാർ കർത്താവിൻ്റെ അത്താഴത്തിന് വേണ്ടി അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്നിച്ചു വരുമ്പോൾ അവർ നേരത്തെ വരികയും ഊട്ടുശാലയിൽ സ്ഥാനം പിടിച്ച് ആദ്യമേ തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജോലിഭാരവും കഷ്ടപ്പാടുകളും നിറഞ്ഞ
ദരിദ്രരായിട്ടുള്ള ആളുകളും അടിമകളുമൊക്കെ ബലിയർപ്പിക്കുവാൻ വേണ്ടി കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ വരുന്നത് അവസാന സമയമാണ്. ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ, ധനവാന്മാരായിരുന്ന ആളുകൾ, ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് സംതൃപ്തരായി ലഹരി പിടിച്ചിരിക്കുന്നതും ദരിദ്രരായിട്ടുള്ള ആളുകൾ, അടിമകളായിട്ടുള്ള ആളുകൾ വിശന്നിരിക്കുന്നതും പൗലോസ് കാണുകയുണ്ടായി. ഇത്തരം സാഹചര്യത്തിലാണ് പൗലോസ് ശ്ലീഹ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ അത്താഴത്തിന് വേണ്ടി വരുമ്പോൾ ചില ആളുകൾ നേരത്തെ ഭക്ഷണം കഴിക്കുകയും മറ്റവർക്കൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു വിഭാഗം വിശന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നിങ്ങളുടെ വീടുകളില്ലേ എന്നുള്ള പൗലോസ് ശ്ലീഹയുടെ ചോദ്യം ഈ സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, സഹോദര്യത്തിൻ്റെ വേദിയാകേണ്ടിയിരുന്ന ഈ അത്താഴത്തിൻ്റെ, കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ വേദികൾ അല്ലെങ്കിൽ ബലിയർപ്പണ സമയം ഭിന്നത രൂപപ്പെടുന്നത് ആശാസ്യമായ കാര്യമല്ല. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ കൂട്ടായ്മയുടെയും സഹോദരത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെ ഒരു സമൂഹമായി മാറണം. അതില്ലാത്ത ക്രൈസ്തവ സമൂഹം സ്വാർത്ഥതയുടെയും താൻപോരുമയുടെയും അതുപോലെ തന്നെ സ്നേഹമില്ലായ്മയുടെയും ഒക്കെ ഭിന്നിപ്പിൻ്റെ സ്വരം ഉണ്ടാവുകയും അത് സഭയിൽ തന്നെ പിളർപ്പിന് കാരണമാവുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളെല്ലാവരും ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ദൈവപുത്രരാണ്. ക്രിസ്തുവിൻ്റെ സ്നാനം സ്വീകരിക്കുന്നത് വഴി ക്രിസ്തുവിനോട് നിങ്ങൾ താതാമപ്പെടുകയും ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ സ്വതന്ത്രനെന്നോ അടിമയെന്നോ പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ലാതെ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഏകമനസ്സോടുകൂടി ഭിന്നിപ്പിൻ്റെ സ്വരമില്ലാതെ ഐക്യത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിലാണ് ബലിയർപ്പണം ചൈതന്യമുള്ളതായി മാറുന്നത്, അനുഗ്രഹപ്രദമായി തീരുന്നത്. അത്തരം വിശുദ്ധ കുർബാനയുള്ള പങ്കാളിത്തമാണ് അഭിഷേകം നിറഞ്ഞതായി തീരുന്നത് എന്ന് പൗലോസ് ശ്ലീഹ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ 4ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന പങ്കുവയ്ക്കലിൻ്റെ കൂദാശയാണ്. ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 ആഗോള സഭയിൽ ദിവികാരുണ്യ വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ അതിനോടനുബന്ധമായ സിനഡിൽ, മെത്രാന്മാരുടെ സിനഡിൽ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ദിവികാരുണ്യത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരു ശ്ലൈഹിക പ്രബോധനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ശ്ലൈഹിക പ്രബോധനത്തിൽ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന പേരിലാണ് ആ ശ്ലൈഹിക പ്രബോധനം. ഈ പ്രബോധനത്തിൽ വിശുദ്ധ കുർബാനയെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1-ാമത്തെ ഭാഗത്ത് അത് വിശ്വസിക്കേണ്ട രഹസ്യമായിട്ടും, 2-ാമത്തെ ഭാഗം ആഘോഷിക്കേണ്ട രഹസ്യമായിട്ടും, 3-ാമത്തെ ഭാഗത്ത് ജീവിക്കേണ്ട രഹസ്യമായിട്ടുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ 3-ാമത്തെ ഭാഗം, ജീവിക്കേണ്ട രഹസ്യം എന്നുള്ള ഭാഗം പ്രധാനമായിട്ട് ഊന്നിപ്പറയുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുകാരായി ദിവികാരണം സ്വീകരിക്കുന്ന വ്യക്തികൾ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു സമൂഹമാണ്, പങ്കുവയ്ക്കേണ്ട സമൂഹമാണ്. തങ്ങൾക്കുള്ളതും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് ദിവികാരുണ്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നതെന്ന് അവിടെ നമ്മൾ പഠിക്കുന്നു, വായിക്കുന്നു. ആദിമസഭയുടെ ചൈതന്യം തന്നെയായിരുന്നു നമുക്കറിയാം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവർ അപ്പസ്തോലന്മാർ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സജീവമായി പങ്കുചേർന്നൊരു സമൂഹമായിരുന്നു. അവർ വിശ്വസിക്കുന്ന സമൂഹവും ആരാധിക്കുന്ന സമൂഹവും പങ്കുവയ്ക്കുന്ന സമൂഹമായി വളർന്നു വന്നത് ആദിമസഭയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ആദിമസഭയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ നമ്മൾ കൂടുതൽ ആഴപ്പെടുകയും വളരുകയും ചെയ്യേണ്ടത്. അതിന് ദിവികാരുണ്യം എന്ന മഹാരഹസ്യം, വിശുദ്ധ കുർബാനയിലൂടെയുള്ള നമ്മുടെ പങ്കാളിത്തം വഴി ദിവികാരുണ്യനാഥനിൽ നിന്ന് ധാരാളം കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. അതിനുള്ള അവസരമായിരിക്കട്ടെ ദിവികാരുണ്യ വർഷവും. ഈ ആരാധനയിലൂടെ ഈശോയുടെ വചനം ശ്രവിച്ച് വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെയും, ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയായിരുന്നു. വചനം ശ്രവിക്കുന്നവർ മാത്രമാകാതെ അത് അനുവർത്തിക്കുന്നതിനും 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. തലശ്ശേരി അതിരൂപതയിലെ പ്രിയപ്പെട്ട അമ്മമാര് ഈ ദിവ്യകാരുണ്യ വർഷത്തിൽ തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കാനായിലെ കല്യാണവേളയിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ
പരിശുദ്ധ അമ്മ ഈശോയുടെ പക്കൽ ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ വീഞ്ഞു തീർന്നു പോയ അവസ്ഥകളൊക്കെ ഈശോയോട് പറയാൻ, ഒരു പുതിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ നാം അവിടുത്തെ തിരുസന്നിധിയിൽ ആയിരിക്കുകയാണ്. ജോബിന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനു ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. കർത്താവിന്റെ സംരക്ഷണം നമ്മുടെ ഭവനത്തിനും സമ്പത്തിനും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഉണ്ടാകുന്നതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ കടന്നു ചെന്ന ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി നാം കാണുന്നുണ്ട്. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ കുടുംബം മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ഈശോ ആ കുടുംബത്തെ നോക്കി പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഒരു പക്ഷേ നാമും നമ്മുടെ തന്നെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ ഒക്കെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടു പോയ നമ്മുടെ ജീവിത പങ്കാളിയെ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ കഴിയുന്ന നമ്മുടെ മക്കളെ, സോഷ്യൽ മീഡിയയ്ക്കും മറ്റും അടിമപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് ആ കുടുംബത്തെ മുഴുവൻ മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് നയിച്ചതുപോലെ ഇന്ന് എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളെയും മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമുക്കൊന്ന് ചേർന്ന് പാടാം. യേശുനാഥാ, ബാവാ സ്നേഹനാഥാ, ഹായ് ഹൃദയം തേടിടും സ്നേഹമേ നീ, ബാവാ യേശുനാഥാ. ഈശോ പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഈശോ അവളെ സ്പർശിച്ച് അവൾക്ക് സൗഖ്യം നൽകി. ഒരുപക്ഷെ ഒരു രോഗസൗഖ്യത്തിനായി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം നാം ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്നത്. നമ്മുടെ തന്നെ രോഗാവസ്ഥകൾ, നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളവരുടെ രോഗാവസ്ഥകൾ, എല്ലാ കിടപ്പ് രോഗികൾ, മാറാത്ത രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർ, രോഗം എന്താണെന്ന് പോലും തിരിച്ചറിയാനാകാതെ വലിയ ഹൃദയവ്യതയോടെ ജീവിക്കുന്നവർ, എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, അങ്ങയെ തൊട്ടവരും അങ്ങ് തൊട്ടവരുമൊക്കെ സൗഖ്യം പ്രാപിച്ചുവല്ലോ. ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം നൽകുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. നമുക്ക് സ്നേഹത്തോടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ബാവാ യേശുനാഥാ, ബാവാ സ്നേഹനാഥാ, ഹായ് ഹൃദയം തേ
സ്നേഹമേ നീ ബാവ യേശുനാഥ. ഈശോ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് കടന്നു ചെന്ന് മരിച്ചുപോയ അവരുടെ സഹോദരൻ ലാസറിനെ ജീവിതത്തിലേക്ക് നയിച്ചത് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കല്ലറയിലേക്ക് ഉയർപ്പിക്കുവാനായി പോയ കർത്താവിനോട് മർത്ത പറയുന്നുണ്ട്, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന ജീവിതാവസ്ഥകളെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, മറ്റാരോടും പറയാൻ പറ്റാത്ത എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് വിശദീകരിക്കണമേ. സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ബാവ യേശുനാഥ, ബാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ ബാവ യേശുനാഥ. കാനായിലെ ഭവനത്തിലേക്ക് കടന്നു വന്ന ഈശോ അവർക്ക് പുതിയ വീഞ്ഞ് നൽകി അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം നശിപ്പിക്കുന്ന എല്ലാ കുറവുകളിലേക്കും ഈശോയെ നമുക്ക് ക്ഷണിക്കാം. ഈശോയെ, ഞങ്ങളുടെ കടബാധ്യതകളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബം ഐശ്വര്യപൂർണ്ണമാകുവാൻ ആഗ്രഹിച്ച് സ്നേഹത്തോടെ നമുക്ക് ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം. ബാവ യേശുനാഥ, ബാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ ബാവ യേശുനാഥ. നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മോട് കൂടെ ആയിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഇരു കരങ്ങളും നമുക്ക് നീട്ടാം. നമുക്ക് ഈശോയോട് പറയാം, എൻ്റെ ഈശോയെ, എൻ്റെ ഈ നീട്ടപ്പെട്ട കരങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട കുടുംബമാണുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരാണുള്ളത്, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളാണുള്ളത്. എൻ്റെ ദുഃഖങ്ങളും മനസ്സിൻ്റെ നൊമ്പരപ്പാടുകളുമാണുള്ളത്. അങ്ങ് അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അവിടുന്ന് പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഈശോയെ, ഇന്നത്തെ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇന്നലകളിലെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളുമെല്ലാം ഓർക്കുമ്പോൾ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവുമൊക്കെയായി അവ എനിക്ക് തോന്നാറുണ്ട്. നല്ല ദൈവമേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്
അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന വലിയ വിശ്വാസത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ ആശീർവദിക്കണമേ. പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമേ. സ്വപ്നങ്ങളെ സഫലമാക്കണമേ. ജീവിത നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ.
സ്നേഹമുള്ളവരെ, ഉദ്ധിതനായ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ആരാധനാ ക്രമവത്സര കാലഘട്ടത്തിലാണല്ലോ നാം ഇപ്പോൾ. വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്ന്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ക്രിസ്തുവിന്റെ ഉദ്ധാനമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്ധാനത്തിന്റെ അച്ചാരമാണ്. ഈ ലോകത്തിലെ സർവക്ലേശങ്ങൾക്കും കണ്ണുനീരുകൾക്കും കഷ്ടതകൾക്കും അപ്പുറം ഉദ്ധാനമുണ്ടെന്നുള്ളത് നമുക്ക് വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ജീവിക്കുവാൻ ഉത്തേജനം നൽകുന്നു. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ക്രിസ്തുവിന്റെ ഉദ്ധാനം നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിന്റെ മരണശേഷം സർവ്വതും നഷ്ടമായി എന്ന് കരുതി നിരാശയിൽ കഴിഞ്ഞ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഒരു പുതിയ ശക്തിയും ഉണർവും നൽകി. ഒരു പക്ഷേ നാം ഓരോരുത്തരും ഈ ശിഷ്യന്മാരെ പോലെ ആയിരിക്കാം. ജീവിതത്തിന്റെ നാനാവിധമായ സാഹചര്യങ്ങൾ നിമിത്തം നാമും നിരാശയുടെ പടുകുഴിയിലായിരിക്കാം. പക്ഷേ നാം ഓർക്കണം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സ്നേഹമാണ്, പരിശുദ്ധമായ സ്നേഹം. ഈ സ്നേഹം രൂപാന്തരം പ്രാപിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ഫലങ്ങൾ പ്രകടമാകുന്നത്. ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരെ നയിച്ച പരിശുദ്ധാത്മാവ്, അനേകർക്ക് ജ്ഞാനം നൽകിയ പരിശുദ്ധാത്മാവ്, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്താവായി മാറുന്നതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മാവേ, ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ. ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും പരിശുദ്ധാത്മാവിനെ നമുക്ക് ക്ഷണിക്കാം. ജീവിതത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യുത്തരമായി പരിശുദ്ധാത്മാവെ വന്നു നിറയണമേ എന്ന് ഏറ്റുപറയാം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ
ഞങ്ങളുടെ മക്കളിലേക്ക്, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഞങ്ങളുടെ മാതാപിതാക്കളിലേക്ക്, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. എല്ലാ വൈദികരിലേക്കും, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. എല്ലാ വൈദിക വിദ്യാർത്ഥികളിലേക്കും, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ എല്ലാ യുവതി യുവാക്കളിലേക്കും, സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആത്മഹത്യാ പ്രവണതയുള്ള എല്ലാവരിലേക്കും, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. വിദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ഭരണാധികാരികളിലേക്ക്, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളിലേക്കും, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഞങ്ങളുടെ അതിരൂപതയിലേക്ക്, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഞങ്ങളുടെ അതിരൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പാമ്പ്ലാനി പിതാവിലേക്ക്, സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ഞങ്ങളുടെ ഇടവക സമൂഹത്തിലേക്ക്, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. കടബാധിതയാൽ ക്ലേശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ജോലിയില്ലാതെ ക്ലേശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും, സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. വിവാഹപ്രായമെത്തിയിട്ടും ജീവിത പങ്കാളിയെ ലഭിക്കാതെ ക്ലേശിക്കുന്ന എല്ലാവരിലേക്കും, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. തകർന്നു പോയ എല്ലാ കുടുംബ ബന്ധങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. മൗനമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ നമുക്ക് ക്ഷണിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാം അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത അവസ്ഥകളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ
ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കാം. ഈശോയെ, സൗഖ്യം കിട്ടിയതറിഞ്ഞ് തിരിച്ചു വന്ന് അങ്ങയോട് നന്ദി പറഞ്ഞ കുഷ്ഠരോഗിയെ പോലെ അങ്ങന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാനായിരിക്കുന്നു. നല്ല ദൈവമേ, ധൂർത്തപുത്രനെ പോലെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടും സ്നേഹത്തോടെ എൻ്റെ വരവും കാത്തു നിന്നതിനെ ഓർത്ത് നന്ദി. ഇനിയും പാപം ചെയ്യുകയില്ല എന്ന് ആവർത്തിച്ച് പ്രതിജ്ഞ എടുത്തിട്ടും പലവട്ടം അതേ പാപക്കുഴിയിൽ വീണപ്പോഴും സ്നേഹത്തോടെ എന്നെ നിന്റെ മാറോട് ചേർത്തതിന് നന്ദി. മറ്റാരോടും പറയാൻ പറ്റാത്ത എൻ്റെ വേദനകളും പാപാവസ്ഥകളും അങ്ങയോട് ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ സ്നേഹത്തോടെ എന്നെ ആശ്വസിപ്പിച്ചതിന് നന്ദി. പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ അങ്ങന്റെ ജീവിതത്തിലേക്ക് വർഷിച്ച, എൻ്റെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക്, അങ്ങയുടെ വലിയ കാരുണ്യത്തിന് ഈശോയെ ഹൃദയപൂർവ്വം ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, നന്ദിയോടെ അവിടുത്തെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ആരാധനാ മണിക്കൂറിൽ അവിടുത്തോടു കൂടി ആയിരിക്കുവാൻ അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നാം അറിയാതെ തന്നെ അനവധി അനുഗ്രഹങ്ങൾ ഈശോ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും കുടുംബത്തിലേക്കും വർഷിച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാം. ഈശോ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുകയില്ലേ? നമുക്കുറച്ച് വിശ്വസിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തെ, പ്രിയപ്പെട്ടവരെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, വേദനകളെ, സന്തോഷങ്ങളെ നമ്മെ പൂർണ്ണമായും ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനായി നമ്മോട് കൂടെ ആയിരിക്കുന്ന ഈശോയെ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് സ്വരത്തിൽ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ ഹല്ലേലൂയ 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 ഈശോയെ നന്ദി ഈശോയെ മഹത്വം ഈശോയെ ഹല്ലേലൂയ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ 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 ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ ഹല്ലേലൂയ 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 ഈശോയെ ഹല്ലേലൂയ 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 ഈശോയെ നന്ദി 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 ഈശോയെ ആരാധന ഹല്ലേലൂയ 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 ഈശോയെ മഹത്വം 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 ഈശോയെ ഹല്ലേലൂയ 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 ഈശോയെ നന്ദി 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 നന്ദി
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാധികാരണീശോയെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാധികാരണീശോയെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ ഏറ്റെടുക്കുന്ന പരിശുദ്ധ പരമാധികാരണീശോയെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.